Hello, dear students. You all are welcome to the class of corporate accounting. Another topic, accounts of holding companies. ഇതിൽ മൂന്നാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ രണ്ട് ക്ലാസ്സിൽ ഞങ്ങൾ അതിന്റെ തിയറി പാർട്ടുകൾ ഡിസ്കസ് ചെയ്തു. ഹോൾഡിംഗ് കമ്പനിയുടെ മെയിൻ ഡെഫിനിഷൻ, അതുപോലെ അഡ്വാൻറ്റേജസ്, അതുപോലെ ചില ടേംസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു സെക്കൻഡ് ക്ലാസ്സിൽ. മൈനോറിറ്റി ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, അതുപോലെ പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം. So today we are moving to try to solve a problem in this case. Accounting of holding companies in the problem എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യലാണ്. സബ്സിഡറി കമ്പനിയുടെയും ഹോൾഡിംഗ് കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ തരും. അത് രണ്ടും കൂടി മെർജ് ചെയ്ത് ഹോൾഡിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാമെന്നത്. So look at it. So there is a balance sheet, it is given here. Two companies balance sheet is here, A Limited and B Limited. Here A Limited is the holding company as per it is given on the question. Its subsidiary company is B Limited. So equity share capital is the general reserve, surplus account, trade creditors. So total liability 34 lakh 50,000 and the total liability of B Limited 10 lakh. Then land and building, machinery, furniture. Next one, it is investment. Investment of 40,000 shares in B Limited, rupees 5 lakh. So ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, A Limited is the holding company. It hold 40,000 shares of B Limited by paying rupees 5 lakh. So total number of shares issued by B Limited, it is 60,000 shares. 6 ലക്ഷമാണ് ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ബി ലിമിറ്റഡിൻ്റെത്. ഒരു ഷെയറിന്റെ വാല്യൂ 10 റുപ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. So total number of shares, it is 60,000. Out of the 60,000 shares, 40,000 shares are held by A Limited. അപ്പോൾ 2/3 shares എന്ന് നമുക്ക് പറയാൻ പറ്റും. Total shares in the 2/3 shares are held by A Limited. Okay. Then stock in hand, debtors, bank balance. Then ഒരു information തന്നിട്ടുണ്ട്. At the date of acquisition of 40,000 shares in B Limited, the B Limited had an undistributed profit and reserve amounting to rupees 1 lakh, none of which has been distributed since then. ഞങ്ങൾ A Limited, B Limited ഈ 40,000 ഷെയർസ് വാങ്ങിക്കുന്ന ഡേറ്റിന്, ദാറ്റ് ഇറ്റ് ഇസ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ, ആ സമയത്ത് ബി ലിമിറ്റഡിന് 1 lakh റുപ്പീസിന്റെ റിസർവ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അതിന്റെ അർത്ഥം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, ഹോൾഡിംഗ് കമ്പനി ഷെയർ വാങ്ങിക്കുന്നതിന് മുമ്പ് സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് റിസർവ്, ഇറ്റ് ഇസ് 1 lakh. ഓർമ്മിക്കുക. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us check how to solve this problem. ഓക്കെ, ഇതുപോലെ ഒരു പ്രോബ്ലം കിട്ടിയാൽ we should calculate certain things at first before going to prepare consolidated balance sheet. കമ്പനിയുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര നമുക്ക് അറിയാൻ പറ്റണം. അതുപോലെ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അതുപോലെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഡിവിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും വർക്കിംഗ് നോട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മാത്രം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരക്കാം. സോ ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഞങ്ങൾ പറയുന്ന പേര് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്കറിയാം, ഇറ്റ് ഇസ് എ പ്രോഫിറ്റ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ദ കമ്പനി ബിഫോർ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഉള്ള പ്രോഫിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് the undistributed profit. The B Limited had an undistributed profit and reserve amounting to rupees 1 lakh. Date of acquisition, at the date of acquisition, on the date of acquisition, B Limited undistributed profit and reserves ആയിട്ട് 1 lakh rupees ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ എളുപ്പമാണ്. ബാലൻസ് ഓഫ് ജനറൽ റിസർവ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഇറ്റ് ഈസ് 1 lakh rupees. നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനുമായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ബേസ്ഡ് ഓൺ ദിയർ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഹോൾഡിംഗ്. ഹോൾഡിംഗ് കമ്പനിക്ക് 2/3, അതായത് 40,000 ഷെയർസ് ആണ് ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് 60,000 ഷെയർസ് 20,000 ഷെയർസ് ആണ് മൈനോറിറ്റിയുടെ ഷെയർ ഹോൾഡിംഗ്.
So based on the proportion, it is divided into shareholding company share 66,667 and the outsiders share total one third of the 1 lakh, that is 33,333. Then second one, it is computation of revenue profit or post acquisition profit. So post acquisition profit calculate, first we should know what's the total profit of the subsidiary company. ഇവിടെയൊക്കെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയാലും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇതെല്ലാം സബ്സിഡിയറി കമ്പനിയുടെ പ്രോഫിറ്റ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ, ഓർമ്മിക്കുക. സോ ബി ലിമിറ്റഡിന്റെ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. ജനറൽ റിസർവ് 1,20,000, അതുപോലെ സർപ്ലസ് അക്കൗണ്ട് 1,80,000. ഇതാണ് ടോട്ടൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ്. സോ 3 lakh rupees, 1,20,000 പ്ലസ് 1,80,000, 3 lakh. അതിൽ 1 lakh rupees ഡേറ്റ് ഓഫ് അക്വിസിഷന്റെ സമയത്തെ ബി ലിമിറ്റഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പൊ 1 lakh rupees ആണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പൊ ബാലൻസ് എമൗണ്ട് ആയിരിക്കും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. സോ ജനറൽ റിസർവ് ആസ് പെർ ബാലൻസ് ഷീറ്റ് of the subsidiary limited 1,20,000. Then surplus as per balance sheet of subsidiary limited 1,80,000. So total 3 lakh rupees is there. Then let's reserve on the date of acquisition. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ടോട്ടൽ പ്രോഫിറ്റ് 3 lakh ആണ്. അതിൽ 1 lakh rupees at the date of acquisition തന്നെ സബ്സിഡിയറി ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ പ്രോഫിറ്റ് ഇറ്റ് ഇസ് 2 lakh rupees. ഇപ്പൊ സബ്സിഡിയറി ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ 3 lakh rupees ആണ് ഉണ്ടായിരുന്നത്. അതിൽ 1 lakh പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്, 2 lakh റവന്യൂ പ്രോഫിറ്റ് ആണ്. ഇനി 2 lakh rupees ഞങ്ങൾ നേരത്തെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത പോലെ ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് എമംഗ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഔട്ട്സൈഡർ ഷെയർ ഹോൾഡേഴ്സ്. സോ ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനി 2/3, 1,33,333, ആൻഡ് share of minority it is 1/3, 66,667. Okay, അടുത്തത് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഇറ്റ് മേ ബി ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഗുഡ് വിൽ ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ എക്സസ് എമൗണ്ട് പെയ്ഡ് ബൈ ദി പർച്ചേസ് ഹോൾഡിംഗ് കമ്പനി than the paid up value of the shares of subsidiary company. We call it as goodwill. റിവേഴ്സ് കേസ് വന്നാൽ ദ ലെസർ എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ we call it as capital reserve. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. The actual amount paid by A Limited for 40,000 shares is 5 lakh rupees. നമുക്ക് അവിടെ ബാലൻസ് ഷീറ്റിൽ നോക്കാൻ പറ്റും. It is investment 40,000 shares in B Limited. The total amount paid by A Limited it is 5 lakh rupees. So it is 5 lakh rupees less the face value of 40,000 shares. നമുക്കറിയാം ബി ലിമിറ്റഡിന്റെ ഒരു ഷെയറിന്റെ വാല്യൂ 10 rupee ആണ്. സോ ഇറ്റ്സ് ഫേസ് വാല്യൂ ഇറ്റ് is 4 lakh rupees plus the shares of pre acquisition profit. ബി ലിമിറ്റഡിന്റെ ഷെയർസ് വാങ്ങിച്ചത് വഴി നമുക്കതിൽ അവിടുത്തെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അവിടുത്തെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നമുക്കൊരു വീതം ലഭിച്ചിട്ടുണ്ട് 66,667. അത് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായി. യെസ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ ഹോൾഡിംഗ് കമ്പനിക്ക് 66,667 ലഭിച്ചിട്ടുണ്ട്. So total benefit what we received it is 4,66,667. But we paid rupees 5 lakh. So we paid more amount or excess amount. So that excess, that difference we call it as goodwill. 4,66,667 രൂപയാണ് നമുക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ അതിന്റെ മൂല്യത്തിലുള്ള ഷെയർ ആണ് നമുക്ക് ലഭിച്ചത്. But we paid rupees 5 lakh. So here it is goodwill. Goodwill it is 33,333. So goodwill the meaning ഓർമ്മയുണ്ടാവും. It is the excess amount paid by holding company than the amount of paid up value of the shares of subsidiary limited. Okay, then next one it is calculation of minority interest. The face value, 40,000 shares are held by A Limited. So the remaining shares are 20,000. Total 60,000 shares ആയിരുന്നു B Limited ഉണ്ടായിരുന്നത്. So its face value it is 2 lakh rupees. And the share of capital profit നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇതിൽ 33,333 മൈനോറിറ്റി ഓർ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്.
അതുപോലെ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് 66,667 അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ അവരുടെ ഫേസ് വാല്യൂ 2 lakh rupees, add a share of capital profit, then add a share of revenue profit, total rupees 3 lakh. So next we are moving to the preparation of consolidated balance sheet. നമുക്ക് ആവശ്യമുള്ള ഫിഗേഴ്സ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോവാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ്. ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ, ഇറ്റ് ഈസ് 25 lakh. നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ ലിമിറ്റഡ്, ഇറ്റ് ഈസ് 25 lakh. Then അതിന്റെ നോട്ട് ടു ദ ബാലൻസ് ഷീറ്റ് കൂടി കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. 2,50,000 shares at the rate of 10 each, 25 lakh. Then reserves and surplus, 7,33,333. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്കറിയാം ജനറൽ റിസർവ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ നോക്കണം. റിസർവ്സ് ആൻഡ് സർപ്ലസ്, ജനറൽ റിസർവ് 3,60,000 എ ലിമിറ്റഡിനുണ്ട്. അതുപോലെ സർപ്ലസ് അക്കൗണ്ട് 2,40,000, ടോട്ടൽ 6 lakh rupees വരും. സോ ജനറൽ റിസർവ് എ ലിമിറ്റഡ്, സർപ്ലസ് എ ലിമിറ്റഡ്, ടോട്ടൽ 6 lakh rupees. അതിന്റെ കൂടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ബി ലിമിറ്റഡ്, നമ്മുടെ റവന്യൂ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റവന്യൂ പ്രോഫിറ്റിന്റെ 2/3 ഹോൾഡിംഗ് കമ്പനിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഒന്ന് നോക്കിയാൽ മതിയാവും. കാൽക്കുലേഷൻ ഓഫ് റവന്യൂ പ്രോഫിറ്റ്, ഇറ്റ് ഇസ് 1,33,333. റവന്യൂ പ്രോഫിറ്റിന്റെ 2 lakhന്റെ 2/3 അത് റിസർവ്സ് ആൻഡ് സർപ്ലസിനോട് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിനോട് ആഡ് ചെയ്യണമെന്നാണ്. സോ ഇറ്റ് ഇസ് ഓൾസോ ആഡ്. സോ ടോട്ടൽ 7,33,333. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ഇറ്റ് ഇസ് rupees 3 lakh. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് rupees 3 lakh. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. മൈനോറിറ്റി ഇൻട്രസ്റ്റ് 3 lakh. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ വിഹിതം, അതേപോലെ റവന്യൂ പ്രോഫിറ്റിന്റെ വിഹിതം. ദെൻ ട്രേഡ് ക്രെഡിറ്റേഴ്സ്, എ ലിമിറ്റഡിന്റെയും ബി ലിമിറ്റഡിന്റെയും കൂടി ടോട്ടൽ 3,50,000 plus 1 lakh, total 4,50,000. So these are the total liability side items, total 39,83,000. Then we are moving to the asset side of the balance sheet. Total asset, first tangible asset. Tangible asset വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ. നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. യെസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ മൂന്നും എ ലിമിറ്റഡിന്റെയും ബി ലിമിറ്റഡ് രണ്ടും കൂടെ ആഡ് ചെയ്തു. 6,40,000 plus 2 lakh, 8,40,000. അതുപോലെ 16 lakh മെഷീനറി വരും. അതുപോലെ 2 lakh rupees ഫർണിച്ചറും വരും. യെസ്, സോ ടോട്ടൽ 26,40,000 വരും. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുഡ്വിൽ ആണ്. ഞങ്ങൾ നേരത്തെ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 33,333. അത് നമുക്ക് കാണാം. നമ്മൾ തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് ഗുഡ്വിൽ. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഗുഡ്വിൽ 33,333. സോ ഗുഡ്വിൽ ഓക്കെ. ദെൻ കറണ്ട് അസറ്റ്സ്, ബാലൻസ് ഷീറ്റിൽ ഉള്ള റിമൈനിങ് ഐറ്റംസ് ആണ് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബാങ്ക്. എ ലിമിറ്റഡിന്റെയും ബി ലിമിറ്റഡ് രണ്ടും കൂടി ആഡ് ചെയ്തു. ടോട്ടൽ 13,10,000. No other items remains. So total it is 39,83,000. So this is what is consolidated balance sheet. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ആയിരുന്നു. ഈ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് കൺസോളിഡേഷൻ ഓഫ് the balance sheets or financial statements of both the companies, both holding company and the subsidiaries. രണ്ട് കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് മെർജ് ചെയ്തു അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്തു. ഇതിനെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. താങ്ക് യു ഓൾ.